രാവിലെ തന്നെ ഉമ്മ കൊട്ടി നീപ്പിച്ചിട്ട് എന്താ പരിപാടി എന്ന് അന്വേഷിച്ച് തന്നപ്പോഴാണ് പറഞ്ഞത് പെങ്ങന്മാരും മൂത്തമാന്മാരൊക്കെ വന്നിട്ട് സാധനം മേടിക്കാൻ പോകണമെന്ന്. അരമണിക്കൂർ മതി ഇപ്പൊ പോയി വരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. 2.5 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും നിനക്ക് എന്നോട് ഒരു മാത്രം ഇത്ര ധൃതി പോവായിരുന്നു. അങ്ങനെ ആ പരിപാടി കുതിക്ക് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് നേരെ പയ്യന്മാരുടെ തേട്ടുവാണ്. എന്താ പരിപാടി എന്ന് അറിയണ്ടേ. അങ്ങനെ നമ്മളോട് ചെന്നപ്പോൾ അവിടെ എല്ലാവരും കൂടിയിരിക്കും. കേരളത്തിൽ ഇവരാണ് ഈ CNG ബൈക്ക് ആദ്യമായിട്ട് ഈ കമ്പനിക്കാർ കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നെ അവനും വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന് സമ്മതിച്ച്. ഇത് ഈ ഹാർപ്പിങ്ങിന്റെ പരസ്യത്തിൽ ബാക്കിയിരിക്കുന്ന ഒരു ഡിങ്കു മിങ്കു അവന്മാരാണിത്. പള്ളി ചെന്നപ്പോൾ ചെക്കന്മാർക്ക് അന്യ സന്തോഷം. എന്തെന്ന് വെച്ചാൽ പറയാം മുട്ട പപ്സും വെള്ളം ഉണ്ടെന്ന്. എന്താ അവൻ്റെയൊക്കെ സന്തോഷം. പിന്നെ ഞാൻ എൻ്റെ മുഖം കാണിക്കുള്ള അറിയാലോ. പിന്നെ മുട്ട പപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യും. അവന്റെ മുഖത്തേക്ക് ആ സന്തോഷം കണ്ടില്ലേ. ലവനാണെങ്കിൽ ബാക്കി എത്ര ടേബിളിൽ മുട്ട പപ്സ് ഉണ്ടെന്ന് വേണ്ടി എണ്ണ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ മുട്ട പപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിഡ്നി വരെ തരും. അങ്ങനത്തെ ഒരു മനസ്സാണ്. പെരുന്നാളിന് ലെങ്കി മറിയാൻ വേണ്ടി ഷൂ എടുക്കാൻ വേണ്ടി കടയിൽ ചെന്നപ്പോഴാണ് പിന്നെ UK പയ്യനിറങ്ങിയേക്കുന്നത് പെരുന്നാൾ തൂക്കാൻ വേണ്ടി. അപ്പോഴാണ് ഇത് നമ്മുടെ ഷാഹിദ് പറയുന്നത് ഈ പെരുന്നാൾ എന്തായാലും അവൻ തൂക്കൂല, ഷാമില് തന്നെ തൂക്കുന്നു. ഷാമില് അവിടെ ലെങ്കി മറിയാൻ വേണ്ടി സാധനമൊക്കെ എടുത്തു. ഈ അടുത്ത ആളപ്പത്തേ വീണ്ടും പെരുന്നാൾ തൂക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇവനാണ് ഈ തലയിൽ വരയൊക്കെ ഇട്ടിട്ടുണ്ട്. പെരുന്നാൾ ഇവൻ തന്നെ കൊണ്ടുവന്നാ പറയുന്നത്. പെരുന്നാൾ വെട്ടാൻ വന്നാൽ ഇത്ര നന്നായിട്ട് വെട്ടിയേക്കണ വേറെ തലയില്ലാന്ന് വെട്ടി ഇക്കാനാ പറയുന്നത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഈ പെരുന്നാൾ കയ്യിൽ നിന്ന് പോകുന്ന തോന്നണം. പിന്നെ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കൂട്ടാനല്ല അവന് വിട്ടുകൊടുത്തേക്കാം. അപ്പൊ നമ്മൾ പോണേ. അപ്പൊ നിങ്ങളും വിട്ടോ. ഓക്കെ ബൈ.